ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാലൻസ് ബോണ്ട് തിയറിക്ക് ചില ലിമിറ്റേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി വന്നിട്ടുള്ള പുതിയൊരു തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം 5 d ഓർബിറ്റിലാണ് ഉള്ളത് അല്ലേ? 5 d ഓർബിറ്റൽ ഏതൊക്കെയാണത്? 5 d ഓർബിറ്റൽ dxy, dyz, dxz, dx സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, dz സ്ക്വയർ. ഇങ്ങനെ 5 ഓർബിറ്റലാണ് ആകുള്ളത്. ഈ 5 d ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽ. ഈ 5 d ഓർബിറ്റൽ എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റലുകളാണ്. എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ? ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സെയിം എനർജി ഉള്ള ഓർബിറ്റലുകൾ. ദ 5 d ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഓക്കെ, ഇനി ഇപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലെ d ഓർബിറ്റലുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇനി ഈ d ഓർബിറ്റലിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തേക്ക് ലിഗാൻഡ് വരികയാണെങ്കിൽ, when the ligand approaches the central metal atom, ലിഗാൻഡ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 5 d ഓർബിറ്റലുകൾ വ്യത്യസ്ത എനർജിയുള്ള 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഇപ്പോൾ ഈ 5 d ഓർബിറ്റൽ സെയിം എനർജിയാണുള്ളത്. ലിഗാൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻടു 2, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് dxy, dyz, dxz എന്നുള്ള ഒരു സ്പ്ലിറ്റ്, അതിനെ നമ്മൾ വിളിക്കുക T2g ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. ഈ 3 എണ്ണം, അതിനെ 2 Tയും 1 Gയും അങ്ങനെ മനസ്സിലാക്കി വെക്കുക. T2g ഓർബിറ്റൽ എന്ന് വിളിക്കും. പിന്നെ സ്ക്വയർ ഉള്ള 2 എണ്ണം, ഇവരെ നമ്മൾ വിളിക്കുക EG ഓർബിറ്റൽ എന്നാണ്. EG ഓർബിറ്റൽ. അപ്പോൾ ഈ 5 d ഓർബിറ്റലുകൾ, ഒരേ എനർജിയുള്ള 5 d ഓർബിറ്റലുകൾ ലിഗാൻഡ് വരുന്ന സമയത്ത് 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേര് T2g ആയിട്ടും EG ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ദിസ് സ്പ്ലിറ്റിംഗ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേരാണെന്ത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, അപ്പം ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെ സംഭവിക്കുന്നു നോക്കാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് വരിക നോക്കാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. 5 d ഓർബിറ്റലാണല്ലോ. ഏതൊക്കെയാണ് 5 d ഓർബിറ്റലുകൾ? ഒരേ എനർജിയാണുള്ളത് 5 എണ്ണം. ലിഗാൻഡ് വരുന്നു, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്ക്, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ താഴെ T2g, T2g എന്ന് പറഞ്ഞാൽ 3 എണ്ണല്ലേ? താഴെ T2g, മേലെ EG ഓർബിറ്റൽ. താഴെ T2g, മേലെ EG ഓർബിറ്റൽ. ഇത് 5 d ജനറേറ്റ് ഓർബിറ്റൽ. ഇത് T2g ഓർബിറ്റൽ താഴെ, EG ഓർബിറ്റൽ മേലെ. ഇതാണ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി നോക്ക്, ഇപ്പോൾ T2g ഓർബിറ്റലും EG ഓർബിറ്റലും തമ്മിൽ എനർജിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ T2g ഓർബിറ്റൽ ആൻഡ് EG ഓർബിറ്റൽ വിച്ച് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി or crystal field stabilization energy. The energy difference between T2g orbital and EG orbital is called crystal field splitting energy or stabilization energy. CFSE എന്നാണ് പറയാം, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇപ്പോൾ ഡിയിൽ ആകെ ഒരു ഇലക്ട്രോണുള്ളും വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യണം? ഇപ്പം ഇതാണല്ലോ T2g അല്ലേ, ഇത് EG ഓർബിറ്റലും. ഇപ്പം ഡിയിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണെങ്കിൽ, D1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും താഴെയുള്ള ആൾക്ക് എനർജി കുറവും മേലെ ഓർബിറ്റലുകൾക്ക് എനർജി കൂടുതലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? T2g1, T2gയിൽ കൊടുക്കണം. ഡിയിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ? ഡിയിൽ 2 ഇലക്ട്രോൺ ആയാലും എന്താ സംഭവിക്കുക? ഇവിടെ കൊടുക്കും അല്ലേ? T2g1 ഇവിടെ കൊടുത്തു, അടുത്തത് ഇവിടെ കൊടുക്കും T2g2. ഡിയിൽ 3 ഉണ്ടെങ്കിലോ? T2g3. ഡിയിൽ 4ാമത്തെ ഇലക്ട്രോൺ വന്നാൽ എന്താ സംഭവിക്കുക? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക, ഇവിടെ പെയറിങ് നടക്കണോ
ഇങ്ങോട്ട് മേലേക്ക് ജമ്പ് ചെയ്യണം. എന്ത് ചെയ്യും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഇപ്പോൾ രണ്ട് എനർജി ഉണ്ട്. ഒന്ന് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ, ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് എനർജിയാണ് ഡെൽറ്റ ഒ. മറ്റൊന്ന് പി എന്ന് പറഞ്ഞാൽ പെയറിംഗ് എനർജി. ഡെൽറ്റ ഒ സ്പ്ലിറ്റിംഗ് എനർജിയാണ്, പി എന്താണ്? പെയറിംഗ് എനർജിയാണ്. ഇവിടെ നാലാമതൊരു ഇലക്ട്രോൺ വന്നാൽ സംഭവിക്കുന്നത് ഡെൽറ്റ ഒ ലെസ് ദാൻ പി ആണ് വിചാരിക്കുക. ഡെൽറ്റ ഒ ലെസ് ദാൻ പി, അത് പെയറിംഗ് എനർജി കൂടുതലും സ്പ്ലിറ്റിംഗ് എനർജി കുറവും. എപ്പോഴും എനർജി കുറവുള്ളതിലേക്കല്ലേ നമ്മൾ പോകേണ്ടി വരിക, അതല്ലേ നമ്മൾക്കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ഇവിടെ പെയറിങ്ങിന് നിൽക്കൂല, നേരെ ഇങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ട് പോയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇഫ് ഡെൽറ്റ ഒ ലെസ് ദാൻ പി, പെയറിംഗ് എനർജി കൂടുതൽ സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ നാലാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇ ജി ഓർബിറ്റലിലേക്ക് പോകും. അപ്പോൾ നമ്മളെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? T2Gയിൽ 3 EGയിൽ 1. അപ്പോൾ T2G3 EG1, T2G3 EG1. ഇനി നേരെ തിരിച്ചാണ് വിചാരിക്കുക, ഇങ്ങനെ കൊടുത്തു, സോറി, ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി, അത് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതൽ പെയറിംഗ് എനർജി കുറവ് അല്ല, എങ്ങനെ കാണിച്ചാൽ കൂടുതൽ എന്നല്ലേ? സ്പ്ലിറ്റിംഗ് എനർജി കൂടുതൽ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ കുറേ എനർജി വേണം. അത് മേലൊക്കെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ കൂടുതൽ എനർജി വേണം. പെയർ ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി മതി. അപ്പം എന്താ സംഭവിക്കുക? അപ്പം നാലാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നേരെ ഇവിടെ വന്ന് പെയറിങ് നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഓർ കോൺഫിഗറേഷൻ T2G4. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൽ ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പിന്നെ 5 d ഓർബിറ്റലാണുള്ളത്. The 5 d orbitals are degenerate orbital. That is, they have the same energy. When the ligand approaches the central metal atom, its degeneracy is lost. It is split up into 2, T2G and EG orbital. ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ സ്പ്ലിറ്റിംഗ് നോക്കുകയാണെങ്കിൽ താഴെ T2G, മേലെ EG അല്ലേ? 1, 2, 3 ഇലക്ട്രോണെ കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. 4th ഇലക്ട്രോൺ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. പെയറിംഗ് എനർജി കുറവാണെങ്കിൽ പെയറിംഗ് നടക്കണം. ആ ലെവലിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക. അപ്പോൾ നമുക്ക് ടെട്രാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരിക നോക്കാം. വളരെ സിമ്പിളാണ്. ടെട്രാഹെഡ്രൽ ഫീൽഡ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് സംഭവിക്കുക? ടെട്രാഹെഡ്രൽ, നേരെ ഈ ഓർബിറ്റലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. താഴെ 2 അതായത് EG, താഴെ EG, മേലെ T2G. താഴെ EGയും മേലെ T2Gയും ആണ് എന്ത് ചെയ്യുക? ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ താഴെ 2 ഓർബിറ്റൽ അതായത് EG ഓർബിറ്റൽ, മേലെ 3 അതായത് T2G ഓർബിറ്റൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ടെട്രാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് എനർജി വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, ഒക്ടാഹെഡ്രൽ ഫീൽഡ് കണ്ടിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ ആ കമ്പാരിസൺ വരിക? അത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏതാ ഇക്വേഷൻ? ഡെൽറ്റ ടി ഈക്വൽ ടു, ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ടി ഈക്വൽ ടു -4/9 ഡെൽറ്റ ഒ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ്, വിച്ച് ഈസ് ഈക്വൽ ടു -4/9 ഡെൽറ്റ ഒ. ഇങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ്. അതിലെ എനർജി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് എങ്ങനെയാണ് കോമ്പൗണ്ടുകൾക്ക് കളർ കിട്ടുക, എന്താണ് പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി വരിക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സസ് ബൈ CFT. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് കോംപ്ലക്സിൻ്റെ പ്രോപ്പർട്ടികൾ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് കളേഴ്സ് എന്നുള്ളതാണ്. കളറുകൾ കേട്ടോ, കളർ നോക്കുക. ശ്രദ്ധിക്കേണ്ടത്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് കളർ കിട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടു T2G ഓർബിറ്റലും EG ഓർബിറ്റലും കണ്ടു.
ഈ T2g ഓർബിറ്റലിൽ നിന്ന് EG ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോണ് കുറച്ച് എനർജി വേണമല്ലോ. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുക? ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ അത് ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ കോമ്പൗണ്ടിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സപ്പോസ് നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, TiH2O6 3+, TiH2O6 3+, അല്ലേ? ടൈറ്റാനിയം 3+, ഇതാണ് വരിക. ടൈറ്റാനിയം 3+ എന്ന് വരുമ്പോൾ നോക്ക്, ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 22 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോഴേ 4s2 3d2 എന്നാണ് എഴുതുക. 3+ തന്നെ 3 ഇലക്ട്രോൺ പോകണം. 4s 2 പോവും, 3d 1 പോവും. പിന്നെ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ ഔട്ടർ മോസ്റ്റ്, ആ ഒരു ഇലക്ട്രോൺ T2gയിൽ നിന്നും EGയിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഇലക്ട്രോൺ T2gയിൽ നിന്നും EGയിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും? ബ്ലൂ കളറിനെയും ഗ്രീൻ കളറിനെയും അബ്സോർബ് ചെയ്യണം. അപ്പോഴാണ് അതിനാവശ്യമുള്ള എനർജി കിട്ടുക. ബ്ലൂ കളറിനെയും ഗ്രീൻ കളറിനെയും അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി കളറായിട്ടാണ് നമ്മളെ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ബ്ലൂ ഗ്രീൻ കളറുകൾ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു. സോ ദിസ് കോമ്പൗണ്ട് ഹാവ് പർപ്പിൾ കളർ. അതുകൊണ്ട് ഈ കോംപ്ലക്സിൻ്റെ കളർ എന്തായിരിക്കും? പർപ്പിൾ കളറായിരിക്കും. പർപ്പിൾ കളറായിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, T2gയിൽ നിന്നും EGയിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ കുറേ എനർജി വേണം. അപ്പോൾ ആ എനർജി എവിടെ നിന്ന് കിട്ടും? ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ട് കോമ്പൗണ്ട് കാണപ്പെടുന്നു. അത് അങ്ങനെയാണ് കോമ്പൗണ്ടുകൾക്ക് കളർ കിട്ടുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലിഗാൻഡ് ഇല്ല വിചാരിക്കാം. ലിഗാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ് ദാറ്റ് മെറ്റൽ വിൽ ബി കളർലെസ്. അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അപ്പോൾ ലിഗാൻഡ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? കളറില്ല. അപ്പോൾ അത്തരം കുറച്ച് കളറുള്ള കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ ചെറിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ കോമ്പൗണ്ട് പർപ്പിൾ കളറാണ് കാണിക്കുക. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ച് പറഞ്ഞ ഒന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോൺസ് എവിടെയെങ്കിലും അൺപെയർഡ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇലക്ട്രോൺസ് എവിടെയെങ്കിലും അൺപെയർഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഈസ് പാരാമാഗ്നറ്റിക്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഡയാമാഗ്നറ്റിക്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ് ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പഠിക്കാനുള്ളത്. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. മെറ്റൽ കാർബണൈലിലെ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. ഇത് നമ്മൾ മെറ്റൽ കാർബണൈൽ എന്ന് പറഞ്ഞാൽ CO, C�triple-bond-O ആണ്. CO ആയിട്ട് നമ്മൾ എഴുതും. മെറ്റൽ കാർബണൈൽ. ഇവിടെ മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബണൈൽ കേട്ടോ. മെറ്റൽ കാർബണൈലിലെ മെറ്റലും കാർബണും തമ്മിൽ ഒരു കൂടിച്ചേർന്ന ഈ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട് എന്ത് ചെയ്യും? സിഗ്മ ക്യാരക്ടറും കാണിക്കും, പൈ ക്യാരക്ടറും കാണിക്കും. സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ രണ്ടും കാണിക്കും. MC ബോണ്ട് കേട്ടോ. ഇവർ നമ്മൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ MCO ഇങ്ങനെയുള്ള ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യും? സിഗ്മ ക്യാരക്ടറും ഉണ്ടായിരിക്കും, പൈ ക്യാരക്ടറും ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് സിഗ്മ ക്യാരക്ടറും പൈ ക്യാരക്ടറും കിട്ടുക നോക്കുക. ദ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ ഇതൊരു ലിഗാൻഡാണ്. ഈ ലിഗാൻഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പെയർ ഓഫ് ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ആ ഇലക്ട്രോണിനെ മെറ്റൽ ആറ്റത്തിലേക്ക് കൊടുക്കുന്നതിലൂടെയാണ് ഈ സിഗ്മ ബോണ്ട് ഉണ്ടാവുക. പൈ ബോണ്ട് ഉണ്ടാകുന്നതോ ഈ മെറ്റൽ ആറ്റത്തിലെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും, കംപ്ലീറ്റ് ആയ ഡി ഓർബിറ്റലിൽ നിന്നും ഇതിൻ്റെ COയുടെ വാക്കൻ്റ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കും. അത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോംഡ് ബൈ the donation of lone pair of electron on the carbonyl carbon. The carbonyl carbon എന്ന് പറഞ്ഞാൽ COയിലെ ആ C, carbonyl carbon into vacant orbital of metal. ഈ കാർബണിൽ നിന്നും ഈ മെറ്റലിലേക്ക് പെയർ ഓഫ് ഇലക്ട്രോണോ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട്.
The metal carbon pi bond formed by the donation of a pair of electron from a filled d orbital of metal. മെറ്റലിൻ്റെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും ഇൻറ്റു വാക്കൻ്റ് ആൻറ്റി ബോണ്ടിങ് പൈ മോളിക്കുലാർ ഓർബിറ്റൽ, അതായത് പൈ സ്റ്റാർ ഓർബിറ്റൽ ഉണ്ടാവുമല്ലോ ഇതിന്, ആ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്, പൈ ക്യാരക്ടർ. അപ്പോൾ മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ടിൽ മെറ്റൽ CO ബോണ്ടിൽ സിഗ്മ ക്യാരക്ടറും പൈ ക്യാരക്ടറും ഉണ്ടാവും. സിഗ്മ ക്യാരക്ടർ എവിടെ നിന്നുണ്ടാവാം, COയിൽ സി ഇങ്ങോട്ട് ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യും, അതുകൊണ്ട് സിഗ്മ ക്യാരക്ടർ കിട്ടും. പൈ ക്യാരക്ടർ ഉണ്ടാവുന്നതോ മെറ്റലിലെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും കാർബണൈലിലെ ആൻറ്റി ബോണ്ടിങ് വാക്കൻ്റ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ട് ബാക്ക് ഡൊണേഷൻ നടത്തും, അതിലൂടെ ഇവിടെ പൈ ക്യാരക്ടറും അവൈലബിൾ ആവുന്നു. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക 3 കാര്യങ്ങളെയാണ്. ഒന്നാമത്തത് നമ്മളെ സെൻട്രൽ ആറ്റത്തിൻ്റെ ചാർജാണ്. സെൻട്രൽ ആറ്റത്തിൻ്റെ ചാർജ്, അതായത് ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ ആറ്റം, ചാർജ് ഓൺ മെറ്റൽ ആറ്റം. അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കൂടിയാൽ ആ കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആയിരിക്കും. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. രണ്ടാമത്തത് ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്. ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്, ലിഗാൻഡിൻ്റെ ബേസിക് സ്വഭാവം. നമുക്കറിയാം ലിഗാൻഡുകളൊക്കെ ലൂയിസ് ബേസാണ്, സെൻട്രൽ മെറ്റൽ ആറ്റങ്ങളൊക്കെ ലൂയിസ് ആസിഡുകളാണ്. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നു, അതാണല്ലോ ബേസിക് നേച്ചർ. അപ്പോൾ അങ്ങനെ കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആയിരിക്കും. ആ ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്. തേർഡ് വൺ ഈസ് പ്രസൻസ് ഓഫ് കിലേറ്റ് റിങ്സ്. പ്രസൻസ് ഓഫ് കിലേറ്റ് റിങ്സ്, അല്ലെ, കിലേറ്റിംഗ് എഫക്റ്റ്, കിലേറ്റിംഗ് ലിഗാൻഡ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തേക്ക് ലിഗാൻഡുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, കിലേറ്റ് റിങ്സ് എന്ന് പറയാം. ആ എഫക്റ്റാണ് കിലേറ്റിംഗ് എഫക്റ്റ്, വിച്ച് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. ആ 3 കാര്യങ്ങളാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ ആറ്റം, ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്, പ്രസൻസ് ഓഫ് കിലേറ്റ് റിങ്സ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമ്മൾ EDTA എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ടായി, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ലാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യലുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എക്സ്ട്രാക്ഷനിൽ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മരുന്നിൽ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോമ്പൗണ്ട് വരച്ചിരുന്നു, PTNH3 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട്. PTNH3 ഈ കോമ്പൗണ്ട് പ്രത്യേകത ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്യാൻസറിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. സിസ്പ്ലാറ്റിൻ എന്നാണ് അതിന് പറയാം. സിസ്പ്ലാറ്റിൻ കീമോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സിസ്പ്ലാറ്റിൻ. ഇറ്റ് ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പം മെഡിസിനിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് സിൽവർ ബ്രോമൈഡൊക്കെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബയോളജിക്കൽ സിസ്റ്റം, അല്ലേ, ഹിമോഗ്ലോബിൻ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ അതിലും അതിന് അപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഒരുപാട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്
ഒരുപാട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന പല കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യും, കോർഡിനേഷൻ കോംപ്ലക്സുകൾ ആവശ്യം വരും. പിന്നെ അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ സിമ്പിൾ ടൈട്രേഷൻ വിത്ത് EDTA. EDTA വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഹാർഡ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാം. അങ്ങനെ ടൈട്രേഷൻ നടത്തുമ്പോൾ വിച്ച് ഫോംസ് സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് കാൽഷ്യം 2+ ആൻഡ് മഗ്നീഷ്യം 2+, അല്ലേ. വാട്ടറിലെ ഹാർഡ്നെസ് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അയോണുകളുടെ പ്രസൻസ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹാർഡ്നെസ് ഓഫ് വാട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സം ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ് ഓഫ് മെറ്റൽ സച്ച് ആസ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ്, സിൽവർ പോലെയുള്ള മെറ്റലുകളുടെ എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയിൽ കിലേറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് EDTA യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ്ങിൽ എന്ത് ചെയ്യും, EDTA ഉപയോഗിക്കുന്നുണ്ട്. സം കോർഡിനേഷൻ കോമ്പൗണ്ട് സച്ച് ആസ് പ്ലാറ്റിൻ ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ട്യൂമർ. ട്യൂമറിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സിസ്പ്ലാറ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലോറോഫിൽ, ഇറ്റ് ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മഗ്നീഷ്യം. ക്ലോറോഫിൽ അല്ലേ, ഹരിതകം, സസ്യങ്ങൾക്ക് പച്ച കളർ കൊടുക്കുന്നതൊക്കെ. ക്ലോറോഫിൽ ഒരു മഗ്നീഷ്യത്തിൻ്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഹീമോഗ്ലോബിൻ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് വിറ്റാമിൻ B12 ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് കൊബാൾട്ട്. ഇത്തരത്തിൽ കോർഡിനേഷൻ കോംപ്ലക്സുകൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ, ഇൻഡസ്ട്രിയൽ ലൈഫിൽ, മെഡിസിനൽ ഫീൽഡിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. സാധാരണ ബോർഡ് എക്സാമിന് 4 മുതൽ 5 മാർക്ക് വരെയാണ് വെയിറ്റേജ് ഉള്ളത്. സിമ്പിളാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.